PSC IT ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷാഫി. നമ്മൾ ഈ ഒരു ചാനലിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് PSCയുമായി ബന്ധപ്പെടുന്ന IT ചോദ്യങ്ങളാണ്. പരീക്ഷ അടുത്ത ഈ സാഹചര്യത്തിൽ നമ്മൾ കൂടുതലും ടോപ്പിക് ബേസിലേക്ക് പോകാതെ കുറേ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC IT ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷാഫി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ITക്കകത്തുനിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിപ്പം ഈ അടുത്ത സമയത്ത് വന്ന ഡിഗ്രി ലെവൽ സിലബസും +2 ലെവൽ അല്ലെങ്കിൽ LD ലെവൽ സിലബസ് എല്ലാം സെയിം ആയിട്ട് വന്ന സിലബസ് ആണ്. ഈ സിലബസ് ആദ്യം കൊണ്ടുവന്നൊരു എക്സാം ആണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാം. ആ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് സച്ച് ആസ് മോണിറ്റർ ആൻഡ് കീബോർഡ് ആർ ക്ലാസിഫൈഡ് ആസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആയ കമ്പ്യൂട്ടറിനെ അകത്തേക്ക് വിവരങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് പ്രോസസ് ചെയ്തതിനു ശേഷം ഇൻഫർമേഷൻ കാണിച്ചു തരുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആയ മോണിറ്റർ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളായ ഈ പറഞ്ഞിരിക്കുന്ന കീബോർഡ് ആയിക്കോട്ടെ, കീബോർഡ് ഇൻപുട്ട് ആണ്, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പം ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ പൊതുവെ പറയുന്ന ഒരു പേരെന്താണ്, ഏത് ക്ലാസിഫിക്കേഷനകത്ത് പറയാൻ സാധിക്കും? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷനകത്ത് അരിത്തമെറ്റിക് യൂണിറ്റ്സ് എന്ന് പറയും, കൺട്രോൾ യൂണിറ്റ് ഡിവൈസസ്, പെരിഫറൽ ഡിവൈസസ്, മെയിൻ സ്റ്റോറേജ് ഡിവൈസസ്. അത് കൃത്യമായ ആൻസർ പെരിഫറൽ ഡിവൈസസ് ആണ്. കൃത്യമായ ആൻസർ എന്താണ്? പെരിഫറൽ ഡിവൈസസ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺലി പറയാൻ സാധിക്കുന്ന പേരാണ് പെരിഫറൽ ഡിവൈസ്. അതായത് കമ്പ്യൂട്ടറിലേക്ക് ഘടിപ്പിക്കുന്ന ഉപകരണങ്ങളെ പൊതുവെ നമുക്ക് എന്ത് വിളിക്കാം? പെരിഫറൽ ഡിവൈസസ് എന്ന് വിളിക്കാം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഘടിപ്പിക്കുന്ന അത് ഇൻപുട്ട് ഉപകരണങ്ങളാകാം, ഔട്ട്പുട്ട് ഉപകരണങ്ങളാകാം. പൊതുവെ ജനറലൈസ് ചെയ്ത് പറയുന്ന പേരെന്താണ്? പെരിഫറൽ ഡിവൈസസ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അത് ഇനി റിപ്പീറ്റ് ചെയ്ത് വന്നാൽ നിങ്ങൾ കൃത്യമായി ആൻസർ ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഘടിപ്പിക്കുന്ന അനുബന്ധ ഉപകരണങ്ങൾ, കീബോർഡ്, മൗസ്, ഈ പറഞ്ഞിരിക്കുന്ന ജോയ്സ്റ്റിക്ക് അല്ലെങ്കിൽ പ്രിന്റർ, ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളെയും നമുക്ക് എന്ത് പറയാൻ സാധിക്കും? പെരിഫറൽ ഡിവൈസസ് എന്ന് പറയാൻ സാധിക്കും. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, ദ ടു ടൈപ്പ് ഓഫ് മെമ്മറീസ് റാം ആൻഡ് റോം ആർ പാർട്ട് ഓഫ്. നമുക്കറിയാം പ്രധാനമായിട്ടും ഉള്ള രണ്ട് മെമ്മറീസ് ആണ് റാമും റോമും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ഇത് രണ്ടും പ്രൈമറി മെമ്മറീസ് ആണ്. ആ പ്രൈമറി മെമ്മറീസ് ആയ റാമിനെയും റോമിനെയും നമുക്ക് ഏത് രീതിയിൽ പറയാൻ സാധിക്കും? താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിന്റെ പ്രയോറിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻസ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെമ്മറി എന്നാണ്. PSC ഇട്ടേക്കുന്ന ആൻസർ ആണ് ഇത്, മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ റാമിനെയാണ് നമ്മൾ മെയിൻ മെമ്മറി ആയിട്ട് പറയുന്നത്. എന്നാൽ PSC ഈ ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ട് ഇട്ടേക്കുന്നത് മെയിൻ മെമ്മറി എന്നാണ്. അതുകൊണ്ട് നമ്മൾ PSC ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു ആൻസർ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ മെമ്മറി പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ? കമ്പ്യൂട്ടർ മെമ്മറി എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് പ്രൈമറി മെമ്മറി എന്നും ദ സെക്കൻഡ് വൺ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് സെക്കൻഡറി മെമ്മറി എന്നും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെക്കൻഡറി. രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് പ്രൈമറി എന്നും രണ്ട് സെക്കൻഡറി എന്നും. കമ്പ്യൂട്ടർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം ഒരു പ്രൈമറി മെമ്മറിയാണ്, റോം ഒരു പ്രൈമറി മെമ്മറിയാണ്, ക്യാഷ് മെമ്മറി എന്ന് പറയുന്നതും ഒരു പ്രൈമറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് ഹാർഡ് ഡിസ്ക് പറയാം, ഫ്ലോപ്പി ഡിസ്ക് പറയാം, CD പറയാം, DVD പറയാം, പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണ് സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് മെമ്മറി നോക്കിയേ. മെമ്മറിയെ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും, അല്ലെങ്കിൽ പ്രാഥമിക മെമ്മറി എന്നും രണ്ടാമത്തത് ദ്വിതീയ മെമ്മറി എന്നും. പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ ഉണ്ട്, റാം ഉണ്ട്, റോം ഉണ്ട്, ക്യാഷ് ഉണ്ട്. റാം എന്ന് പറയുമ്പോൾ റാൻഡം ആക്സസ് മെമ്മറി, കമ്പ്യൂട്ടറിനകത്ത് റീഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്ന ഒരു മെമ്മറി. നമുക്ക് ഈ പ്രൈമറി മെമ്മറി പറയാൻ സാധിക്കുന്ന റീഡ് റൈറ്റ് മെമ്മറി, അതായത് ഡേറ്റയെ കൊടുക്കാനും സാധിക്കും, അതിനകത്ത് ഡേറ്റയെ തിരിച്ചെടുക്കാനും സാധിക്കും. അങ്ങനെ ഒരു മെമ്മറിയാണ് റാം. ടെമ്പററി മെമ്മറിയാണ് റാം. റാമിനകത്തുള്ള ഡേറ്റയെ താൽക്കാലികമായിട്ട് നമുക്ക് ശേഖരിച്ച് വെക്കാൻ സാധിക്കത്തുള്ളൂ. റാം പവറൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റാമിലെ ഡേറ്റ നഷ്ടപ്പെട്ടു പോകും. അതൊക്കെയാണ് റാമിന്റെ പ്രത്യേകത, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി റോമിലേക്ക് വരുന്ന സമയത്ത് റീഡ് ഓൺലി മെമ്മറിയാണ്. റോമിനകത്തുനിന്നുള്ള വിവരങ്ങളെ നമുക്ക് ഉപയോഗിക്കാനേ സാധിക്കത്തുള്ളൂ, പുതിയൊരു വിവരങ്ങളെ അകത്തേക്ക് കൊടുക്കാനൊന്നും സാധിക്കത്തില്ല. അതാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ CPU-ന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ്.
ക്യാഷ് മെമ്മറി എന്ന് വെച്ചാൽ CPU സ്പീഡ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ്. ദ ക്യാഷ് ഈസ് ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് പ്രോസസർ. ആർക്കിടയിലാണ്? റാമിനും പ്രോസസറിനും ഇടയിലാണ് ആര് പ്രവർത്തിക്കുന്നത്? ക്യാഷ് മെമ്മറി പ്രവർത്തിക്കുന്നത്. അതും മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ ക്യാഷ് ഈസ് ഇൻ ബിറ്റ്വീൻ, ആർക്കിടയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ CPU ആൻഡ് റാം. അപ്പൊ റാമിനും CPUനും ഇടയിലുള്ള മെമ്മറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറി. CPUന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറി ചോദിച്ചാൽ അതും ക്യാഷ് മെമ്മറി. എന്നാൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ്, റാം, റോം, രജിസ്റ്റർ എന്നൊക്കെ തന്നിട്ട് ചോദിച്ചാൽ ആൻസർ എന്തേ വരത്തുള്ളൂ? രജിസ്റ്ററിനെ വരത്തുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ കുറെ ഓപ്ഷൻസ് തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരെ രജിസ്റ്റർ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്ത് വരും? രജിസ്റ്ററിന് വരും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മുടെ ഒരു ആൻസർ, നമ്മുടെ ലോജിക്കലിയുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. പക്ഷേ PSC ഈ ഒരു ചോദ്യത്തിന് നമ്മൾ PSC കൂടി പരിചയപ്പെടുക. PSC റാം ആൻഡ് റോം ഈ തന്നിരിക്കുന്നതിനകത്ത് ഏത് ക്ലാസിഫിക്കേഷനകത്ത് വരാം എന്ന് ചോദിച്ചു. ഉത്തരം വന്നത് മെയിൻ മെമ്മറി എന്നാണ്. ഓക്കെ അല്ലയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സാമ്പിൾ ഓഫ് സിസ്റ്റം പ്രോഗ്രാം ഇൻക്ലൂഡ്സ്. സിസ്റ്റം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നു. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറിനും രണ്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ്, പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് മാത്രം ഞാൻ പറഞ്ഞുവാണ്. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, രണ്ടാമത്തത് ആരുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, മൂന്നാമത്തത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഇത് മൂന്നുമാണ് നമ്മുടെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. കമ്പ്യൂട്ടറിനകത്ത് ഓൾ ഇൻ ആൾ പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന സമയത്ത് കമ്പ്യൂട്ടറിന്റെ മൊത്തം പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള പ്രോഗ്രാംസ് ആണ് ആര്? ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉണ്ട്, യൂട്ടിലിറ്റി പ്രോഗ്രാംസും ഉണ്ട്. ആരുണ്ട്? യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് എന്താണ് ഒരു മാസ്റ്റർ കൺട്രോൾഡ് പ്രോഗ്രാം. നമ്മുടെ ഫോണിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ആൻഡ്രോയിഡ്. അതിലെ കമ്പ്യൂട്ടറിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, വിൻഡോസ് ഉപയോഗിക്കാറുണ്ട്, ലിനക്സ് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ മനസ്സിലാകുന്നത് ഏത് ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതിയാലേ കമ്പ്യൂട്ടർ മനസ്സിലാകത്തുള്ളൂ? ഡയറക്റ്റും മെഷീൻ ലാംഗ്വേജിൽ. അപ്പോൾ നിങ്ങൾ അസംബ്ലി ലാംഗ്വേജിലോ ഹൈ ലെവൽ ലാംഗ്വേജിലോ നമ്മൾ പ്രോഗ്രാം എഴുതി അതിനെ എങ്ങോട്ട് മാറ്റണം? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണെന്ത്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. നമുക്കറിയാം എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞാൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിന് എക്സാമ്പിൾ ആണ് ആര്? അസംബ്ലർ ഉണ്ട്. അസംബ്ലർ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. അതേപോലെ കമ്പൈലർ ഉണ്ട്, അതൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്, കമ്പൈലർ. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്റർപ്രെറ്റർ ആണ്, ഇന്റർപ്രെറ്റർ. ഇതെല്ലാം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. ഇതെല്ലാം ഏത് ഗണത്തിൽ പെടും? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന ഗണത്തിൽ പെടും. അടുത്ത യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. പല രീതിയിലുള്ള യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിവൈറസ് ഒരു യൂട്ടിലിറ്റി ആണ്. കാരണം അത് ഒരു സിസ്റ്റം മെയിൻ്റെനൻസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, വൈറസിനെ റിമൂവ് ചെയ്യുക എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള പ്രശ്നങ്ങളെ നിരീക്ഷിക്കാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തുള്ള പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തുള്ള മെയിൻ്റെനൻസ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ആന്റിവൈറസ് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ്. അതിലെ ട്രേസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി പ്രോഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ ഒക്കെ ഉണ്ടോ? ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഹാർഡ് ഡിസ്കിനകത്തുള്ള ഡേറ്റ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം പല രീതിയിലുള്ള യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഏത് രീതിയിലാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം പ്രോഗ്രാം ഇൻക്ലൂഡ്സ് എന്നാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞ സിസ്റ്റം പ്രോഗ്രാം ആണ്. ട്രേസ് പ്രോഗ്രാം ഞാൻ പറഞ്ഞത് യൂട്ടിലിറ്റി ആണ്. അപ്പോൾ യൂട്ടിലിറ്റി ആയതുകൊണ്ട് അതും എന്താണ്? സിസ്റ്റം പ്രോഗ്രാം ആണ്. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. അതുകൊണ്ട് അതും എന്താണ്? ഒരു സിസ്റ്റം പ്രോഗ്രാം ആണ്. ഓക്കെ, കമ്പൈലർ മാത്രമല്ല, ഇന്റർപ്രെറ്റർ ഉണ്ട്, പിന്നെ ആരുണ്ട്? അസംബ്ലർ ഉണ്ട്. ഇതെല്ലാം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. ഇതെല്ലാം ഏത് ഗണത്തിൽ പെടുന്നതാണ്? ഈ പറഞ്ഞിരിക്കുന്ന കമ്പൈലർ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദ എബോ എന്നാണ് വന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വന്നത്? ഓൾ ഓഫ് ദ എബോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം കൂടെ പറയാണ്, നമ്മളിപ്പം ടോപ്പിക് വൈസ് അല്ല ക്ലാസ് അല്ല എടുക്കുന്നത്. ഇപ്പം റിവിഷൻ ലെവലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ എക്സാം ആയതുകൊണ്ട് റിവിഷൻ ലെവലിൽ പോകാനേ നമുക്ക് നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ടേംസ് ഒക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പം അസംബ്ലറും കമ്പൈലറും ഇന്റർപ്രെറ്ററും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രോഗ്രാം പ്രൊവൈഡ്സ് യൂസേഴ്സ് വിത്ത്
ഗ്രിഡ്സ് ഓഫ് റോസ് ആൻഡ് കോളം ഈസ് ക്ലാസിഫൈഡ് ആസ്? ഏത് പ്രോഗ്രാമിനകത്താണ് ഗ്രിഡ്സ് ഓഫ് റോ ആൻഡ് കോളം എന്ന രീതിയിൽ ഓപ്പൺ ആയി വരുന്നത്? അപ്പൊ ഇത്തരം പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരെന്താണ്? ഇത്തരം പ്രോഗ്രാമുകളെ ഉപയോഗിക്കുന്നത് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയാണ്. ഇത്തരം പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണ് സ്പ്രെഡ്ഷീറ്റ്. എന്ത് വിളിക്കാം? സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സ്പ്രെഡ്ഷീറ്റ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് കോളവും റോവും എന്നുള്ള സെറ്റപ്പിലാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ഓപ്പൺ ആയി വരുന്നത്? സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആയി വരുന്നത്. പിന്നീട് സ്പ്രെഡ്ഷീറ്റിന്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഇത്, നമ്മുടെ MS Excel എന്ന് പറയുന്നത്. MS Excel ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ലിനക്സിലേക്ക് വരുന്ന സമയത്ത് ലിനക്സിൽ ഉപയോഗിക്കുന്ന ഒരു എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിന്റെ പേരാണ് ഓപ്പൺ ഓഫീസ് കാൽക്കാണ്. അപ്പം റോയും കോളവുമായിട്ടുള്ള അറേഞ്ച്മെന്റ് ആ രീതിയിൽ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പേരാണ് എന്ത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾ ആണ് MS Excelഉം ഓപ്പൺ ഓഫീസ് കാൽക്കും. പിന്നെ പറയാൻ സാധിക്കുന്നത് നമുക്ക് ഈ റോ ആൻഡ് കോളത്തെ ചേർത്ത് ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് കാൾഡ് ഡാഷ്. PSC ചോദ്യമായിരുന്നു. ഉത്തരം വന്നത് സെൽ എന്നാണ് കേട്ടോ. ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് കാൾഡ് സെല്ല്. റോയും കോളവും ചേർന്നുകൊണ്ടുള്ള അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ഓരോരോ സെല്ലുകൾ എന്ന് വിളിക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ചോദ്യം പ്രോഗ്രാം പ്രൊവൈഡ് യൂസർ വിത്ത് ഗ്രിഡ് ഓഫ് റോ ആൻഡ് കോളം ഈസ് ക്ലാസിഫൈഡ് ആസ് സ്പ്രെഡ്ഷീറ്റ് എന്നാണ്. ആ സ്പ്രെഡ്ഷീറ്റിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു MS Excel, പിന്നെന്ത് പറഞ്ഞു? ഓപ്പൺ ഓഫീസ് കാൽക്ക്. MS Excel എന്ന് പറയുമ്പോൾ വിൻഡോസിനകത്തുള്ളതാണ്. അതിൽ ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് ലിനക്സ് ബേസിലുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തില് ഉള്ള സോഫ്റ്റ്വെയറുകളെ ഇപ്പൊ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, പിന്നുണ്ട് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ ഇല്ലേ, അതുപോലെ പവർ പോയിന്റ് ഒക്കെ ഇല്ലേ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെല്ലാം പൊതുവെ വിളിക്കുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേക തരം ജോലി ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ സം സ്പെസിഫിക് പർപ്പസ് ഈസ് കാൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ശ്രദ്ധിക്കുക, സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ സം സ്പെസിഫിക് പർപ്പസ്, പ്രത്യേകതരം ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് വിളിക്കുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ISP സ്റ്റാൻഡ് ഫോർ. തീർച്ചയായിട്ടും ഒരു അബ്രിവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ISP എന്ന് പറയുമ്പോൾ അറിയാം, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ്. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ്. ഇന്റർനെറ്റ് സേവനം തരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ISP അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റ് സേവനം തരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ത്? ISP. കേട്ടോ, ഇന്റർനെറ്റ് സേവന ദാതാവ്. നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞാൽ BSNL ഒരു ISP ആണെന്ന് പറയാം, അതുപോലെ എയർടെൽ ISP ആണെന്ന് പറയാം. അപ്പൊ ഇത്തരത്തിൽ ഇന്റർനെറ്റ് സേവനം തരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ത്? ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. പ്രത്യേകിച്ച് അതിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നും പറയാനില്ല, അതിന്റെ അബ്രിവേഷൻ കൃത്യമായി പഠിച്ചു വെച്ചാൽ മതിയാവും. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ് ISPയുടെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യമാണ്, ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബൂസ്റ്റ് ദ സിഗ്നൽ ബിറ്റ്വീൻ ടു കേബിൾ സെഗ്മെന്റ്സ് ഓർ വയർലെസ് ആക്സസ് പോയിന്റ്. അതായത് സിഗ്നൽസിനെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ്? ഈ ഓപ്ഷനകത്ത് ബൂസ്റ്റർ എന്ന് കിടപ്പുണ്ട്, അപ്പോൾ അതിലേക്കൊന്നും പോകരുത്. അപ്പോൾ സിഗ്നൽസിനെ ബൂസ്റ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സിഗ്നൽസ് കുറേ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സിഗ്നൽ ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ സിഗ്നൽ ഇങ്ങനെ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ ഈ സിഗ്നൽ എന്തായിട്ട് മാറും? ഇതിന്റെ സ്ട്രെങ്ത് അങ്ങ് കുറയും, അപ്പോൾ വീക്കായിട്ട് മാറും. ഈ സമയത്ത് അവിടെ ഏത് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് വേണം ആ സിഗ്നലിനെ സ്ട്രെങ്ത് കൂട്ടാൻ? ആ ഡിവൈസിന്റെ പേരാണ് റിപ്പീറ്റർ. ശ്രദ്ധിക്കുക, റിപ്പീറ്ററിന്റെ ഉപയോഗം വീക്ക് സിഗ്നലിനെ സ്വീകരിച്ച് ഹൈ പവറിൽ റീട്രാൻസ്മിറ്റ് ചെയ്യുക എന്നതാണ്. ശ്രദ്ധിക്കുക, റിപ്പീറ്ററിന്റെ ഉപയോഗം വീക്ക് സിഗ്നലിനെ സ്വീകരിച്ച് ഹൈ പവറിൽ റീട്രാൻസ്മിറ്റ് ചെയ്യുക എന്നതാണ് അതിന്റെ ഉപയോഗം. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ സിഗ്നൽ ബൂസ്റ്റർ എന്ന് വിളിക്കാം കേട്ടോ. എന്ത് വിളിക്കാം? സിഗ്നൽ ബൂസ്റ്റർ. നമ്മുടെ ഓപ്ഷനകത്ത് വെറും ബൂസ്റ്റർ എന്നേ കൊടുത്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ആൻസർ വരാതിരുന്നതും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഇരുന്നത്. വെറും ബൂസ്റ്റർ എന്ന രീതിയിലേ കൊടുത്തിട്ടുള്ളൂ. സിഗ്നൽ ബൂസ്റ്റർ എന്നായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിംഗ് ആണെന്ന് പറയാം. കാരണം നമ്മുടെ ഓപ്ഷനകത്ത് റിപ്പീറ്ററും കിടപ്പുണ്ട്, സിഗ്നൽ ബൂസ്റ്ററും കിടപ്പുണ്ട്. ഓക്കെ ആണോ പറഞ്ഞത്? എന്നാൽ ജസ്റ്റ് വെറും ബൂസ്റ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ആംപ്ലിഫയർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായത് ഇതേ സെയിം തരം തന്നെയാണ് എവിടെയും ചെയ്യുന്നത്. വീക്ക് സിഗ്നൽ സ്വീകരിച്ച് ഹൈ പവറിൽ റീട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് സ്വിച്ച് ഉണ്ട്. സ്വിച്ച് അറിയാം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ സ്വിച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പാക്കറ്റിന് ഒരു ഡേറ്റ അയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട്, ഇപ്പം ഒരു സ്വിച്ച് ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്വിച്ചിനകത്ത് ഇപ്പം 4 കമ്പ്യൂട്ടർ ഘടിപ്പിച്ചിരിക്കുന്നത്, ഈ 4 കമ്പ്യൂട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ, ഇപ്പം ABCD എന്ന് പറഞ്ഞാൽ 4 കമ്പ്യൂട്ടറാണ് സ്വിച്ചിൽ ഘടിപ്പിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ, എ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു പാക്കറ്റ്, എ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു പാക്കറ്റ് ഡിയിലേക്കാണെങ്കിൽ
അത് കൃത്യമായി മനസ്സിലാക്കി A to D കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ഒരു ഉപകരണമാണ് ആരെന്ന് പറയുന്നത് സ്വിച്ച്. സ്വിച്ച് ഒരു ഇന്റലിജന്റ് ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. റൂട്ടർ എന്ന് പറഞ്ഞ ഡിവൈസ് നമ്മുടെ ഓപ്ഷനകത്ത് കിടപ്പുണ്ട്. കൂടുതലും നെറ്റ്വർക്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റൂട്ടർ. ഒരു സെയിം നെറ്റ്വർക്കിലെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം, ഡിഫറെന്റ് നെറ്റ്വർക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം, നെറ്റ്വർക്കിലെ ട്രാഫിക്കിനെ നിയന്ത്രിക്കാനൊക്കെ ഉപയോഗിക്കാം. നെറ്റ്വർക്സിൽ കുറേ സമയം നെറ്റ്വർക്ക് പ്രവർത്തിച്ച് നമ്മൾ ട്രാഫിക് ഉണ്ടാകും, അല്ലെങ്കിൽ കുറേ അധികം കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രാഫിക്സ് ഉണ്ടാകും. ആ ട്രാഫിക്സിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസും ആരാണ്? റൂട്ടർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പം ഇവിടെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, റിപ്പീറ്റർ എന്നാണ്. അപ്പം സിഗ്നൽ ഡിവൈസ് വിച്ച് യൂസ് ടു ബൂസ്റ്റ് ദ സിഗ്നൽ ബിറ്റ്വീൻ ടു കേബിൾ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ വയർലെസ് ആക്സസ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റർ ആണ്. അതായത് വീക്ക് സിഗ്നൽ സ്വീകരിച്ച് ഹൈ പവറിൽ റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഉപകരണമാണ് ആരെന്ന് പറയുന്നത്? റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അടുത്തത് the process of transferring files from a computer on a internet to your computer is called. So the process of transferring files from a computer on the internet to your computer. അതായത് ഇന്റർനെറ്റിനകത്തുള്ളൊരു കമ്പ്യൂട്ടറിനകത്തുള്ളൊരു ഫയലിനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എന്താണ് മാറ്റുന്നതിനെ വിളിക്കുന്ന പേര്. ഓൾ ഓഫ് യു നോ, നമുക്കറിയാം എന്താണ് അതിന്റെ പേരാണ് ഡൗൺലോഡിങ്. എന്ത് വിളിക്കാം? ഡൗൺലോഡിങ്. നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ സിനിമ ഏതെങ്കിലും സെർവറിൽ കിടക്കുന്ന സിനിമ നമ്മുടെ ഫോണിലേക്ക് മാറ്റുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൗൺലോഡിങ്. ഒരു ഫയലിനെ നമ്മൾ എന്ത് ചെയ്തെടുത്തു എന്ന് പറയാം? ഡൗൺലോഡ് ചെയ്തെടുത്തു എന്ന് പറയാം. ശ്രദ്ധിക്കുക, അത് ഇന്റർനെറ്റിനകത്ത് ഒരു സെർവറിനകത്തുള്ള ഫയലായിരിക്കാം. അതിന് നമ്മൾ എടുക്കുന്നതിന് എന്ത് വിളിക്കാം? ഡൗൺലോഡിങ് എന്ന് വിളിക്കാം. നമ്മളൊരു ഫയലിനെ അങ്ങോട്ട് ഇന്റർനെറ്റിലേക്ക് ഒരു അപ്ലോഡ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കാം? അപ്ലോഡിങ് എന്ന് വിളിക്കാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. FTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതൊരു പ്രോട്ടോകോൾ ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഉപയോഗിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടോകോൾസ് എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രോട്ടോകോൾസ് എന്ന് വിളിക്കുന്നത്. FTP എന്ന് പറഞ്ഞാൽ ഫയലുകൾ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് കേട്ടോ. FTP എന്ന് പറഞ്ഞാൽ ഫയലുകൾ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ്. എന്നത് ഈ ഫോർവേഡിങ് ജസ്റ്റ് ഒരു ഫോർവേഡിങ് എന്നുള്ള വാക്കല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് കമ്പ്യൂട്ടർ രീതിയിൽ നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അപ്പം മനസ്സിലാക്കുക, the process of transferring files from a computer on the internet. അതായത് ഇന്റർനെറ്റുള്ള ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഫയൽസിനെ നമ്മൾ എടുക്കുന്നതിനെ വിളിക്കുന്ന പേര് ചോദിച്ചാൽ ഡൗൺലോഡിംഗ് എന്നും, നമ്മൾ ഇന്റർനെറ്റിലേക്ക് ഫയൽസിനെ എന്താണ് നമ്മുടെ ഒരു ഫയലിനെ ഇന്റർനെറ്റിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ അപ്ലോഡിംഗ് എന്നും വിളിക്കാം. ഓക്കെ ആണെന്നെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. which one of the following is not used to generate dynamic web pages? ഇതിനകത്ത് ഏതാണ് ഡൈനാമിക് വെബ് പേജ് ജനറേറ്റ് ചെയ്യാൻ which one of the following is not ഉപയോഗിക്കാത്തത്? which one of the following is not used to generate dynamic web page? ഡൈനാമിക് വെബ് പേജ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാത്തത് ആരാണ്? നമ്മൾ നോക്കുമ്പോൾ PHP ഉണ്ട്, ASP.NET ഉണ്ട്, JSP ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധാരണ രീതിയിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഡൈനാമിക് വെബ് പേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എന്തേ വരത്തുള്ളൂ? നൺ ഓഫ് ദ മെൻഷൻഡ് എന്നേ ആൻസർ വരത്തുള്ളൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, എന്താണ് ഡൈനാമിക് വെബ് പേജ്, എന്താണ് വേറെ വെബ് പേജ് ഉണ്ടാവില്ല സ്റ്റാറ്റിക് വെബ് പേജ്. അപ്പോൾ രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. വെബ് പേജസ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിനകത്തുള്ള വിവരങ്ങളെ നമ്മൾ വെബ് പേജുകളായിട്ടാണ് ശേഖരിച്ച് വെക്കുന്നത്. ഇന്റർനെറ്റിൽ വിവരങ്ങളെ ശേഖരിച്ച് വെക്കുന്നത് എന്തായിട്ടാണ്? വെബ് പേജുകളായിട്ടാണ് ശേഖരിച്ച് വെക്കുന്നത്. ആ വെബ് പേജിനെ നമുക്ക് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അത് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഡൈനാമിക് വെബ് പേജ് എന്നും രണ്ട് സ്റ്റാറ്റിക് വെബ് പേജ് എന്നും പറഞ്ഞ് രണ്ട് ക്ലാസിഫിക്കേഷൻസ് നമുക്കിവിടെ പറയാൻ സാധിക്കും. അപ്പോൾ ഒന്ന് എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് നമുക്ക് നോക്കാം. ദ കണ്ടന്റ് ആൻഡ് ദ ലേഔട്ട് ഓഫ് വെബ് പേജ് ഈസ് ഫിക്സഡ്. സ്റ്റാറ്റിക് വെബ് പേജിന്റെ കണ്ടന്റും ലേഔട്ടും ഒക്കെ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. കണ്ടന്റ് ആൻഡ് ലേഔട്ട് ഫിക്സഡ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഇപ്പം കയറി നോക്കിയാലും ആ ഒരു ഇപ്പോൾ ഉദാഹരണമായി ചെറിയ ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ അവയുടെ വെബ് പേജുകൾ അല്ലെങ്കിൽ ചില ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വെബ്സൈറ്റുകൾ ഇതെല്ലാം എന്താണ് അതിന്റെ കണ്ടന്റും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ഫിക്സഡ് ആയിരിക്കും. നമ്മൾ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്തുള്ള കണ്ടന്റ്, ആ പടവും അതിൻ്റെ രൂപരേഖയും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് വെബ് പേജ് ആയിരിക്കും? സ്റ്റാറ്റിക് വെബ് പേജ് ആയിരിക്കും. സാധാരണ രീതിയിലുള്ള ഒരു കമ്പനിയാണ്. ഇനി എന്താണ് ഡൈനാമിക് വെബ് പേജ് എന്നത്? കണ്ടന്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ചസ് ഡ്യൂറിംഗ് റൺ ടൈം. അതിനകത്തുള്ള കണ്ടന്റും മറ്റു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമുക്ക് റിസൾട്ട് നോക്കുന്ന സൈറ്റ്, ഇപ്പം
നമ്മൾ HSC DHSCയിലൊക്കെ റിസൾട്ട് നോക്കുന്ന സൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്തരം സൈറ്റുകളിൽ ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് ആയിരിക്കും വരുന്നത്. മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ അതിനകത്തുള്ള റൺ ടൈമിൽ അതിങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് അതിനകത്തുള്ള കണ്ടന്റും ലേഔട്ടും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഇത്തരം വെബ് പേജുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഡൈനാമിക് വെബ് പേജ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, വെബ് പേജസിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട്, ഫിക്സഡ് ആയിട്ടുള്ള കണ്ടന്റ് ലേഔട്ടും ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ്, സാധാരണ നമ്മൾ കാണുന്ന സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റുകളൊക്കെ സ്റ്റാറ്റിക് വെബ് പേജസ് എന്ന് പറയാം. ഇത് ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ദ കണ്ടന്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ചസ് ഡ്യൂറിങ് റൺ ടൈം. അത് റൺ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കണ്ടന്റും ലേഔട്ടിനൊക്കെ എന്ത് വരും? വ്യത്യാസം വരും. അതായത് ഞാൻ പറഞ്ഞ റിസൾട്ട് നോക്കുന്ന സൈറ്റ്, ഇപ്പോൾ PSCയുടെ തുളസി എന്ന് പറഞ്ഞ സൈറ്റിനകത്ത് നമ്മൾ ഓരോരുത്തരും കയറുമ്പോഴും അവരവരുടെ ഇൻഫർമേഷൻസ് ആണ് കാണിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ ഇൻഫർമേഷൻസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം വെബ് പേജുകളാണ് എന്ത് വിളിക്കുന്നത്? ഡൈനാമിക് വെബ് പേജസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരാം. നമ്മുടെ ചോദ്യത്തിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് യൂസ്ഡ് ടു ജനറേറ്റ് ഡൈനാമിക് വെബ് പേജ്. അപ്പോൾ ഈ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കണ്ടന്റുകൾ, മാറി വരുന്ന കണ്ടന്റുകൾ ഉപയോഗിക്കുന്ന റിസൾട്ട് പോലത്തുള്ള സൈറ്റ്, അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആണ് ഈ PHP ആയാലും ASP.NET ആയാലും JSP ആയാലും. നമ്മൾ സാധാരണ രീതിയിൽ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു വെബ് പേജ്, സ്റ്റാറ്റിക് വെബ് പേജ് നിർമ്മിക്കാൻ നമുക്ക് HTML മാത്രം ഉപയോഗിക്കാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലാണെങ്കിൽ നമുക്ക് എന്താണ് ജാവ സ്ക്രിപ്റ്റ് അവിടെ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാം. ജാവ സ്ക്രിപ്റ്റും HTML ഒക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഡൈനാമിക് വെബ് പേജിലേക്ക് വരുന്ന സമയത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആയ PHP, ASP.NET, JSP ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് വെബ് പേജ് ആണെങ്കിൽ HTML-ഉം ജാവ സ്ക്രിപ്റ്റും ഉപയോഗിക്കുന്നു. എന്നാൽ ഡൈനാമിക് വെബ് പേജിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്നത് PHP ഉണ്ട്, ASP.NET ഉണ്ട്, JSP ഉണ്ട്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് വരികയാണ്. ദ കമ്പ്യൂട്ടർ ജാർഗൺ WWW, 3 W അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വേൾഡ് വൈഡ് വെബ്, ടിം ബെർണേഴ്സ്-ലീ എന്നൊക്കെ നമ്മൾ പറയും. ഈ 3 W പകരം 4 W ഉണ്ട് ഇവിടെ. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആണ്, വേൾഡ് വൈഡ് വെബ് വോം എന്നാണ് കേട്ടോ. വേൾഡ് വൈഡ് വെബ് വോം എന്നാണ്. ഇതൊരു സെർച്ച് എഞ്ചിനാണ്. ഇതൊരു സെർച്ച് എഞ്ചിനാണ്. ഇന്റർനെറ്റിനകത്ത് വിവരങ്ങൾ തിരയാൻ സഹായിക്കുന്ന ആൾക്കാരെയാണല്ലോ എന്ത് വിളിക്കുന്നത്? സെർച്ച് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. അപ്പം എത്ര W ഉണ്ട്? 4 W വന്നിട്ട് ചോദിച്ചാൽ WWW എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് ഓപ്ഷൻ A ആണ്, വേൾഡ് വൈഡ് വോം എന്നാണ് കേട്ടോ. വേൾഡ് വൈഡ് വോം, വേൾഡ് വൈഡ് വെബ് വോം, വേൾഡ് വൈഡ് വെബ് വോം. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സെർച്ച് എഞ്ചിനാണ്. ഇന്റർനെറ്റിനകത്ത് വിവരങ്ങളെ തിരയാൻ സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെർച്ച് എഞ്ചിൻസ് എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റ് നമ്മളൊന്നും തിരിഞ്ഞു പോരുത്. നമുക്ക് ഇന്റർനെറ്റിനകത്ത് കയറി വിവരങ്ങളെ തിരയാൻ സഹായിക്കുന്ന വെബിനകത്ത് തന്നെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ചി എന്ന് പറയുന്നത്. ഇന്ത്യയുമായി റിലേറ്റ് കൊണ്ട് പറയുകയാണെങ്കിൽ ഗുരുജി ഇന്ത്യ വികസിപ്പിച്ചെടുത്തൊരു സെർച്ച് എഞ്ചിനാണെന്ന് പറയാൻ സാധിക്കും. ഇനി വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർനെറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റർനെറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ ആക്സസ് ചെയ്യണം. അതിനാവശ്യമായ പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെബ് ബ്രൗസേഴ്സ് എന്ന് വിളിക്കുന്നത്. വെബ് ബ്രൗസേഴ്സ്. ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേര് WW അല്ലെങ്കിൽ നെക്സസ് എന്നാണ്. ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേര് എന്താണ്? WW അല്ലെങ്കിൽ നെക്സസ് എന്നാണെന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വെബ് ബ്രൗസറിന്റെ പേര് ചോദിച്ചെങ്കിൽ നെക്സസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നെക്സസിന് മുമ്പ് അറിയപ്പെട്ട പേര് WW എന്നായിരുന്നു. WW വേൾഡ് വൈഡ് വെബ് എന്ന് തന്നെയായിരുന്നു ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേര്. ശ്രദ്ധിക്കുക, തമ്മിൽ തിരിഞ്ഞു പോരുത്. ഇപ്പോഴും പറയുന്നു ഇന്റർനെറ്റിനെ നമുക്ക് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇന്റർനെറ്റിലുള്ള വെബ് പേജുകളൊക്കെ കാണാൻ സഹായിക്കുന്ന പ്രോഗ്രാമുകളെയാണ് എന്ത് വിളിക്കുന്നത്? വെബ് ബ്രൗസർ എന്നും. ഇനി ആ ഇന്റർനെറ്റിനകത്ത് കയറി വിവരങ്ങളെ തിരയാൻ സഹായിക്കുന്ന ആൾക്കാരെ എന്ത് വിളിക്കാം? സെർച്ച് എഞ്ചിൻ എന്ന് വിളിക്കാം. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്, യാഹു സെർച്ച് എഞ്ചിനാണ്. നമ്മളിപ്പം പഠിച്ച WWW, അത് 4 W വരുന്ന വേൾഡ് വൈഡ് വെബ് വോം, അതും എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരികയാണ്. വാട്ട് ഈസ് ദ അപ്ഡേറ്റ് വേർഷൻ ഓഫ് IT Act 2000? IT Act 2000-ന്റെ അപ്ഡേറ്റ് വേർഷനെ വിളിക്കുന്ന പേര് വളരെ സിമ്പിളാണ്, IT Amendment Act 2008 ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. ആക്ച്വലി നമ്മുടെ ഓപ്ഷൻ തുടങ്ങുന്ന ഓപ്ഷൻ C, IT Act 2000 എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിനകത്ത് ആപ്റ്റ് ആവുന്ന ആൻസർ പറഞ്ഞാൽ ഓപ്ഷൻ C ആണ്, IT Act 2008 ആണ്. ശ്രദ്ധിക്കുക, IT Act 2000 ആണ്. അതിൻ്റെ അപ്ഡേറ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ IT Amendment Act ആണ് മീൻ ചെയ്തത്. IT Amendment Act എന്നാണ് 2008-ലാണ്. ആൻസർ ഈസ് ഓപ്ഷൻ C, IT Act 2008 എന്നാണ് ഓപ്ഷൻ അത് കിടക്കുന്നത്. അത് തന്നെയാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സിലബസിനെ അടിസ്ഥാനമാക്കി PSC ആദ്യമായിട്ട് ഇട്ട 10 ക്വസ്റ്റ്യൻസ്. ഞാനിപ്പോഴും ഒരു കാര്യം പറയുകയാണ്, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക്, നമ്മളിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ചെയ്ത 10 ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പം ഇതിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിക് ബേസിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ടോപ്പിക് എല്ലാം കവർ ചെയ്യാനുള്ള സമയം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ട്, ടഫായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് എങ്കിൽ ടോപ്പിക്സ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.